നമസ്കാരം. ഞാൻ തെങ്കര സുബ്രഹ്മണ്യൻ. ഗുരുവായൂർ ഭജന ഇരിക്കുക. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഗുരുവായൂർ വന്ന് ഭജന ഇരിക്കുക. എങ്ങനെ ഭജന ഇരിക്കണം? ഇന്നത്തെ കാലത്ത് എങ്ങനെ സാധ്യമാവും? ഗുരുവായൂർ അനവധി തിരക്കും നിത്യവും തിരക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ആഭാരം ഭക്തജനങ്ങൾ കൂടി ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടി ഭക്തജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അനവധി ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഭജന ഇരിക്കുക? ഗുരുവായൂർ ഭജനിക്കുക നിർമ്മാല്യം മുതൽ അത്താഴ പൂജ വരെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്ന ഇന്നത്തെ കാലത്ത് അത് എത്രണ്ട് പ്രായോഗികമാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രാവിലെ രാവിലെ തലേ ദിവസം തന്നെ കുളിച്ച് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് കുളിച്ച് കഴിഞ്ഞ് ക്യൂവിൽ നിന്ന് ദർശനം നിന്ന് ക്യൂ നിൽക്കാം. അതേപോലെ നിർമ്മാല്യം തൊഴണമെങ്കിൽ ക്യൂ നിർബന്ധമാണ്. അപ്പോൾ നിർമ്മാല്യത്തിന് വേണ്ടി നിർമ്മാല്യ ദർശനമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ദർശനം. ആ നിർമ്മാല്യം ദർശിക്കുന്ന ആ ക്യൂവിൽ നിന്നിട്ട് നാമജപം ജപിച്ച് അവിടുന്ന് തുടങ്ങാം നമ്മുടെ ജപം. അപ്പോൾ ഭഗവാന്റെ മൂലമന്ത്ര ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ അഷ്ടാക്ഷരായ ഓം നമോ നാരായണായ, ഇത് പിന്നെ വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തരം, നാരായണീയം, ഭഗവത്ഗീത, അങ്ങനെ തുടങ്ങി എല്ലാ നാമജപങ്ങളും അവനവൻ്റെ കഴിവുപോലെ അവൻ്റെ അറിവിനനുസരിച്ച് അവൻ ജപിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഭഗവാൻ മാത്രമാണ്, ഭഗവാനെ കേശാദിപാദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമമെങ്കിലും ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറ്റുന്നിടത്തോളം ജപിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ശരിക്ക് യഥാവത് ചെയ്യേണ്ടത്. ഇന്ന് നിർമ്മാല്യം ഇപ്പോൾ എല്ലാവർക്കും നിർമ്മാല്യം തൊഴാൻ പറ്റില്ല, സാധിച്ചോളന്നില്ല. എന്നാലും ക്യൂ നിൽക്കുക. അപ്പോൾ നിർമ്മാല്യം തൊഴാൻ അനവധി പറ്റുന്ന രീതിയിൽ നിർമ്മാല്യം തൊഴാൻ 1, 2, 3 ദിവസം നമ്മൾ മെനക്കെട്ട് നിർമ്മാല്യം തൊഴാൻ നിൽക്കുക. ആ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേയസ്കരമാണ്. നിർമ്മാല്യമാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം മനസ്സിലാക്കി അരിയും വേരും മുറുക്കി നമ്മൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ക്യൂ നിന്നാൽ അനവധി പേർക്ക് നിർമ്മാല്യം തൊഴാൻ പറ്റാറുണ്ട്. ആ നിർമ്മാല്യം തൊഴുന്നത് ഏറ്റവും പുണ്യമാണ്. ഭഗവാൻ നിർമ്മാല്യം നിന്ന തലേ ദിവസം നട അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മുക്കോടി ദേവീദേവന്മാർ ഭഗവാനെ പൂജിച്ച് ആ പൂജിച്ച വിഗ്രഹം നമ്മൾ കാണുക എന്നാണ് നിർമ്മാല്യം. അത്രയും പുണ്യമാണ് ആ നിർമ്മാല്യം തൊഴുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ആ നാമജപത്തോടു കൂടി നിന്നാൽ ഭഗവാനെ ഭക്തി ശ്രദ്ധാപുരസം ആ നിർമ്മാല്യം തൊഴാൻ പറ്റും. നിർമ്മാല്യം കഴിഞ്ഞ വാകചാർത്ത്, മലർനിവേദ്യം, ഉഷപൂജ, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഓരോ ദിവസം മെനക്കെട്ട് ഭഗവാനെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെല്ലാവർക്കും തൊഴാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒരു ദിവസം നിർമ്മാല്യം തൊഴുക, പിന്നെ ഒരു ദിവസം വാകചാർത്ത് തൊഴാം, ഒരു ദിവസം മലർനിവേദ്യം കഴിഞ്ഞ് തൊഴാം, അത് കഴിഞ്ഞാൽ ഉഷപൂജ തൊഴാം. ഉഷപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശിവേലിയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ ഉഷപൂജ കഴിഞ്ഞ് ഈ സമയത്ത് തന്നെ ഭഗവാന്റെ ഇവിടെ ഗുരുവായൂർ ഭക്ഷണത്തിന് കൊണ്ട് ഭഗവാന്റെ പ്രസാദം കൂട്ട് ഇവിടെ ഉണ്ട്. രാവിലെ തന്നെ പ്രസാദം ഉണ്ട്, 5:30 മണിക്ക് പ്രസാദം ഉണ്ട്, അത് കഴിക്കാം. അത് കഴിഞ്ഞ് ശിവേലി തൊഴാം. ശിവേലി തൊഴുതു കഴിഞ്ഞാൽ ആ സമയത്ത് ഭഗവാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നാരായണ പാരായണം പറ്റുന്നിടത്തോളം പറ്റുന്ന ആൾക്കാർക്ക് നാരായണ വൈക്കല്യം ഭാഗവത പാരായണം നടത്താം. ഭഗവാന്റെ നാമം ജപിച്ചാം. പിന്നെ അതിന് ശേഷം ഭഗവാന്റെ പന്തീരടി പൂജ, അഭിഷേകം, കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞ പുണ്യമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കണ്ടിരുന്ന ആ ഭഗവാന്റെ നാമത്തിന് ചുറ്റും അവിടെ ഇരുന്ന് ഭജിക്കാം. ഇത്രയും നാമജപം ചോദിച്ചാൽ ഉച്ചപൂജ തൊഴുക. ആ ഉച്ചപൂജ ദർശനം നടത്തുക, നാമജപം നടത്തുക. അതിനുശേഷം അത്താഴ പൂജയാണ്. പിന്നെ ദീപാരാധന ശേഷം അത്താഴ പൂജ. ഈ അത്താഴ പൂജ കഴിഞ്ഞാൽ തൃപ്പുക. ഈ തൃപ്പുക നെയ്യും കൂടി സേവിച്ച് പൂർണ്ണമായാൽ ഒരു ദിവസത്തെ പൂജകളെല്ലാം തൊഴുകലായി. ഇതേമാതിരി തന്നെ ആ ദിവസത്തേക്ക് നമ്മൾ അഹസ് എന്നൊരു വഴിപാടുണ്ട്. ഭഗവാന്റെ ഒരു അഹസ്സാണ്. അപ്പോൾ നിർമ്മാല്യം മുതൽ അത്താഴ പൂജ വരെയുള്ള എല്ലാ പ്രസാദങ്ങളിലും നമ്മൾ പങ്കാളിയാവുകയും ചെയ്യും. ഈ നാമജപങ്ങൾ ജപിക്കുകയായി.
ഭഗവാന്റെ ദർശനം പുണ്യം. ഈ പുണ്യ ദർശനം കിട്ടുമ്പോൾ അവിടെ ഇരുന്ന് ജപിക്കലും ഭഗവാന്റെ നേദ്യം സേവിക്കലും എല്ലാം കൂടിയായ ഭഗവാൻ പരിപൂർണമായിട്ട് ഭഗവാനെ ദർശനം നടത്തിപ്പം ഇത് എല്ലാ ആൾക്കാർക്കും ഒരു ദിവസം കൊണ്ട് സാധിക്കും. ഇപ്പം ഇന്നത്തെ തിരക്കുകാരനും പറ്റിക്കോളുന്നില്ല. അപ്പോൾ 1 2 3 4 ദിവസം എടുത്ത് ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സേവിക്കുകയും ദർശനം നടത്തുകയും ജപം നടത്തുകയും പാരായണങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള ദർശനായി. നമസ്കാരം.